36-ാം ദിവസവും കടന്നുകൊണ്ട് ആശാ വർക്കർമാരുടെ സമരം കടുപ്പിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിൽ പടിക്കൽ നടത്തുന്ന സമരം സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ട് കടുപ്പിക്കുന്നു. സെക്രട്ടേറിയറ്റിന്റെ ഒരു ഗേറ്റിന് മുന്നിലാണ് ഉപരോധം. ശക്തമായ സന്നാഹങ്ങളാണ് പോലീസ് ഒരുക്കിയിട്ടുള്ളത്. ഈ സമരം പ്രതിരോധിക്കാനായി കനത്ത സുരക്ഷയും ഏർപ്പെടുത്തിയിരിക്കുന്നു. കന്റോൺമെന്റ് ഗേറ്റ് ഒഴികെ 3 ഗേറ്റുകളിലും ബാരിക്കേഡ് നിർത്തി പോലീസ് സാന്നിധ്യം ശക്തമാക്കിയിട്ടുണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും സെക്രട്ടേറിയറ്റിലേക്ക് കടക്കാൻ അനുവദിക്കാതെയായിരിക്കും ഉപരോധമെന്നാണ് സമരസമിതി നേരത്തെ വ്യക്തമാക്കിയത്. ഇതിനിടെ ഈ ഉപരോധ ദിവസം തന്നെ സർക്കാർ ഏകദിന പരിശീലന പരിപാടി ആശാ വർക്കർമാർക്കായി സംഘടിപ്പിച്ചിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് മുന്നിൽ നിന്ന് ഡാൻ കുര്യൻ ചേർന്നു. ഡാൻ, സമാധാനപരമായിട്ട് ഉപരോധം നടത്തുക എന്നത് തന്നെയായിരിക്കും ആശാ വർക്കർമാരുടെ മുന്നിലുള്ള പ്രധാന വിഷയമെന്ന്. ഈ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധം പോലീസ് തീർക്കുക, വലിയ കനത്ത സുരക്ഷ പോലീസിനെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചുകൊണ്ട് തീർക്കുക, ഏത് രീതിയിലേക്ക് വൈകുന്നേരം വരെ സമരം പോകും എന്നുള്ള സൂചനകളാണ് അവിടെ നിന്നുള്ളത്. സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിലാണ് ഇപ്പോൾ 36-ാം ദിനത്തിൽ സമരത്തിന്റെ 2ാം ഘട്ടമായുള്ള ഈ പ്രതിഷേധം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നതിന് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കഴിഞ്ഞ 35 ദിവസങ്ങളിൽ നടക്കുന്നു. അതിന്റെ 2ാം ഘട്ടത്തിലുള്ള സമരമായിട്ടാണ് ഈ 36-ാം ദിനത്തിൽ സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഈ പ്രതിഷേധത്തിലേക്ക് ആശാ വർക്കർമാർ കടന്നിരിക്കുന്നത്. ഇന്ന് സർക്കാരിന്റെ ഒരു പരിശീലന പരിപാടി എല്ലാ ആശമാർക്കും നടക്കുകയാണ്. അപ്പോഴാണ് ഇവിടെ ഈ ഉപരോധ സമരം നടക്കുന്നത്. ഇത് സമരത്തെ പൊളിക്കാനുള്ള ഒരു നീക്കമാണ് എന്ന് തോന്നുന്നു. അങ്ങനെയാണല്ലോ, പക്ഷെ സമരം പൊളിയൂല. ഇത് കുത്തിയിളക്കിക്കൊണ്ടുവന്ന ആളുകളല്ല, സ്വയം ബോധ്യപ്പെട്ട് സമരസന്നദ്ധരായി ഇറങ്ങിയ ആളുകളാണ്. അതുകൊണ്ട് സമരം പൊളിക്കാൻ പറ്റത്തില്ല. അവർ പരിശീലനം നടത്തിക്കോട്ടെ, താല്പര്യമുള്ളവർ പൊക്കോട്ടെ. അതിനൊന്നും നമുക്ക് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് ഒരു വിട്ടുവീഴ്ചയ്ക്കില്ല, ഇനി ഒരു വിട്ടുവീഴ്ചയില്ല, സമരം ചെയ്ത് ശമ്പളം കൂട്ടിയെടുക്കാമെന്ന് കരുതേണ്ട എന്ന തരത്തിലാണ്. അല്ല, അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രതികരണമല്ലേ അത്? 35 ദിവസം കഴിഞ്ഞുള്ള ആദ്യത്തെ പ്രതികരണം. ഇനി അദ്ദേഹം പ്രതികരിക്കട്ടെ. അപ്പൊ നമുക്ക് വിട്ടുവീഴ്ച ഇല്ലാന്നൊന്നും അദ്ദേഹം പറഞ്ഞില്ലല്ലോ. ഇനിയും പ്രതികരിക്കണം, ചർച്ചയ്ക്ക് വരണം, കാര്യങ്ങളൊക്കെ തീരുമാനമാകും. ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം ഉറപ്പാണ്, ആത്മവിശ്വാസമുണ്ട്. അതായത് ഇനി അടുത്ത ഘട്ടം എങ്ങനെയായിരിക്കും? അടുത്ത ഘട്ടം ഞങ്ങൾ ഒരു അല്പം കഴിയുമ്പോൾ ഇവിടെ പ്രഖ്യാപിക്കും. അപ്പൊ സമരത്തിന് അടുത്ത ഘട്ടമുണ്ട്. ആ അടുത്ത ഘട്ട സമരം എങ്ങനെയായിരിക്കുമെന്ന കാര്യം അല്പസമയത്തിനകം ഈ സമരവേദിയിൽ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഈ സമരസമിതി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പോലീസിന്റെ സുരക്ഷാ മുന്നൊരുക്കങ്ങൾ എല്ലാ പ്രധാനപ്പെട്ട കവാടങ്ങളിലുമുണ്ട്. ബാരിക്കേഡുകൾ തീർത്ത് പോലീസ് കൃത്യമായ നിരീക്ഷണങ്ങൾക്കൊടുവിലാണ് ആളുകളെ അവിടേക്ക് കടത്തിവിടുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഈ സമരത്തിന് പുറമെ സമര കവാടത്തിൽ മറ്റ് 2-3 സമരങ്ങൾ കൂടി ഇന്ന് എത്താനുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതൽ അവിടേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലത്തിലാണ് പോലീസ് വലിയ തരത്തിൽ സമാനതകളില്ലാത്ത ഒരു സുരക്ഷ 4 കവാടങ്ങളിലും ഒരുക്കിയിരിക്കുന്നത് എന്ന് വേണം പറയാൻ. ഒരു ഭാഗത്ത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾ, അതോടൊപ്പം തന്നെ ആക്ഷേപങ്ങളൊക്കെ സമരക്കാർക്കെതിരെ നടക്കുന്നു. അപ്പോഴാണ് 2ാം ഘട്ടത്തിലേക്ക് സമരം കടക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട്, സമരത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ആശാ വർക്കർമാരുടെ സമരം 36-ാം ദിനത്തിലേക്ക് കടക്കുന്നത്. വലിയ ചൂടുണ്ട്, ആ ചൂടിനെ ഒന്നും വകവെക്കാതെയാണ് ഈ പ്രതിഷേധം ഇപ്പോഴും ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഏതാണ്ട് 2-3 ട്രെയിനുകളിലായി കൂടുതൽ ആശാ വർക്കർമാർ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഈ സമരസമിതിക്ക് നേതൃത്വം നൽകുന്നവർ അറിയിച്ചിരിക്കുന്നത്. അവർ കൂടി എത്തിയതിനു ശേഷമായിരിക്കും ഇവിടെ നിന്ന് വലിയൊരു പ്രകടനം അത് സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടത്തിലേക്ക് ഈ ആശാ വർക്കർമാരുടെ നേതൃത്വത്തിൽ നടക്കുക. അതിനുശേഷമായിരിക്കും ഈ സമര പ്രഖ്യാപനം. ഈ 2ാം ഘട്ടത്തിൽ സമരം ഏത് ദിശയിലേക്ക് നീങ്ങുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന സമര പ്രഖ്യാപനം അല്പസമയത്തിനകം ഇവിടെ വെച്ച് നടക്കുമെന്ന് സമരസമിതി നേതാക്കൾ തന്നെ വ്യക്തമാക്കുന്നത്. ഡാൻ, വലിയ സുരക്ഷ സെക്രട്ടേറിയറ്റിന് ചുറ്റും ഈ ഗേറ്റുകൾക്കെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നു. സർക്കാർ ഈ സമരം നേരിടാം എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെ കടക്കുന്നു. അതുകൊണ്ട് തന്നെ ആശാ വർക്കർമാർക്കായി പരിശീലന പരിപാടിയും സംഘടിപ്പിക്കുന്നു. ഈ 2ാം ഘട്ടത്തിലേക്ക് സമരം പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് പറയുമ്പോഴും വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഇതൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് സമരക്കാർ പറയുന്നുമുണ്ട്. ഏത് പ്രതീക്ഷകൾ കെടുന്നു സമര സമിതിയെ സംബന്ധിച്ചിടത്തോളം എന്നുകൂടി ഉണ്ടോ? അവർ വളരെ ആത്മവിശ്വാസത്തോടെയാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഇനി കണ്ടില്ലെന്ന് നടിച്ച്
സർക്കാരിന് മുമ്പോട്ട് പോകാനാവില്ല, സർക്കാർ സമ്മർദ്ദത്തിലാകുമെന്നൊരു പ്രതീക്ഷ തന്നെയാണ് സമരസമിതി മുമ്പോട്ട് വെക്കുന്നത്. മാത്രമല്ല ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ CPI ഉൾപ്പെടെയുള്ള കക്ഷികൾ അവരുടെ നിലപാട് നേരത്തെ സർക്കാരിനെ അറിയിച്ചു കഴിഞ്ഞു. എത്രയും പെട്ടെന്ന് ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന ആവശ്യം ഘടകകക്ഷികൾ വരെ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഈ സമരം ഇനി തുടർന്നുകൊണ്ട് പോകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പോകുന്നതിനുള്ള അത് സർക്കാരിനുണ്ടാക്കുന്ന ഒരു വെല്ലുവിളി ക്ഷീണം ചെറുതായിരിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സമരം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന തരത്തിലുള്ള സൂചനകൾ കൂടി കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നോടൊപ്പം ES മിനി കൂടി ചേരുന്നു. മിനി, എങ്ങനെയാണ് ഇന്നത്തെ ഈ പ്രതിഷേധ പരിപാടികൾ നിങ്ങൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത്? അത് ശക്തമായ ഉപരോധമാണ് നടക്കുന്നത്. കാരണം ഈ സമരത്തെ അവഹേളിച്ചും ആക്ഷേപിച്ചും ഒക്കെയാണ് ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ ജില്ലയിൽ നിന്നുള്ള പ്രാതിനിധ്യം ഇവിടെ ഉണ്ടാകും. ഇത് ഈ ഞങ്ങൾ ഉയർത്തുന്ന ഡിമാൻഡ് വളരെ ന്യായമാണ്. അത് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന 700 രൂപ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമാണ്. അത് നടപ്പിലാക്കണം. അത്രമാത്രമേ ഞങ്ങൾക്ക് ആവശ്യമുള്ളൂ. വിരമിക്കൽ ആനുകൂല്യം തീർച്ചയായിട്ടും നൽകണം. അല്ല, അത് വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം കടന്നു പോകുന്നത്. നിങ്ങളത് മനസ്സിലാക്കണമെന്നാണ് സർക്കാർ പലതവണയായി ആവർത്തിക്കുന്നത്. സർക്കാരിന് ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് ജനത്തിന് തോന്നുന്നില്ല. കാരണം ധാരാളം ചെലവഴിക്കുന്നുണ്ട്, വലിയ തോതിൽ ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. ആശാ വർക്കർമാർക്ക് തരാനില്ലെന്നേ പറയുന്നുള്ളൂ. നമ്മുടെ മുന്നിൽ ഖജനാവൊന്നും കാണിച്ചിട്ടില്ല. അപ്പൊ ഈ അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുമ്പോൾ എങ്ങനെ ഈ സമരം തുടർന്നുകൊണ്ട് പോകും? ഞങ്ങള് ഉപരോധത്തിന് ശേഷം പ്രഖ്യാപിക്കും. ആ സമരം ഇവിടെ പ്രഖ്യാപിക്കും. അപ്പൊ അതൊരു വ്യത്യസ്തമായ തീർച്ചയായിട്ടും. അപ്പോൾ അത്തരത്തിലാണ് ഈ പ്രതിഷേധത്തിന് അവർ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അത് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഏത് തരത്തിൽ ഈ സമര പ്രഖ്യാപനം ഇനി അങ്ങോട്ട് ഉണ്ടാകും ഈ 36ാം ദിനത്തിൽ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണാനുള്ളത്. അല്പസമയത്തിനകം കൂടുതൽ ആശാ വർക്കർമാർ വടക്കൻ ജില്ലകളിൽ നിന്നടക്കം ഈ സമരവേദിയിലേക്ക് എത്തിയതിനു ശേഷമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്കുള്ള സമര പ്രഖ്യാപനം സമരസമിതിയുടെ നേതൃത്വത്തിൽ ഈ വേദിയിൽ നടക്കുകയെന്നാണ് ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകിയത്. 7000-ഓളം ആശാ വർക്കർമാർ അണിനിരന്നുള്ള സമരമാണ്. സമരത്തിന്റെ 2ാം ഘട്ടം ഏത് തരത്തിലാണ് ആ സമര പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് സമരസമിതി ഭാരവാഹികൾ ന്യൂസ് 8നോട് നമ്മളോട് പറഞ്ഞത്. കൂടുതൽ ആശാ വർക്കർമാർ ഇനിയും സമരത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഡാൻ, രാഷ്ട്രീയ പ്രവർത്തകരുടെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഒക്കെ പിന്തുണ ഉണ്ടായിരുന്നു, പ്രതിപക്ഷത്തിന്റെ അടക്കം. ഇന്നത്തെ ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം അത് ഏത് തരത്തിലാണ്? ആശാ വർക്കർമാർ മാത്രം അണിനിരത്തുകൊണ്ടുള്ള ഒരു സമരം തന്നെയാണോ? കൂടുതൽ പിന്തുണകളുണ്ടോ? ഡാൻ കുര്യനാണ് അവിടെ നിന്നുള്ളത്. ഡാനിലേക്ക് വരാം. 36ാമത്തെ ദിവസം, ഒരു മാസവും കഴിഞ്ഞു. ഒരു മാസവും ഒരാഴ്ചയും കഴിഞ്ഞുകൊണ്ടും സമരം തുടർന്നു പോകുന്ന ഒരു സാഹചര്യം. ഇന്ന് സെക്രട്ടേറിയറ്റ് തന്നെ ഉപരോധിച്ചുകൊണ്ട് നേരത്തെ തന്നെ 17ാം തീയതി സെക്രട്ടേറിയറ്റ് ഉപരോധം പ്രഖ്യാപിച്ചതാണ്. ആ ഉപരോധമാണ് നടക്കുന്നത്. അതേസമയം സമരം പരിപൂർണമായിട്ട് പ്രതിരോധിക്കാം എന്നുള്ളൊരു നിലപാടിലേക്ക് സർക്കാർ വന്നിരിക്കുന്നു. വളരെ വലിയ സുരക്ഷ പോലീസ് സേനയെ വിന്യസിച്ചിരിക്കുന്നു സെക്രട്ടേറിയറ്റിന്റെ എല്ലാ ഗേറ്റിലും. പക്ഷെ അപ്പോഴും പ്രതീക്ഷയോട് കൂടിയാണ് കാണുന്നത്. ഈ സമരത്തിന് മുന്നിൽ സർക്കാർ സമ്മർദ്ദത്തിലാകും എന്നുള്ളൊരു ആത്മവിശ്വാസം സമരസമിതിയെ സംബന്ധിച്ചിടത്തോളമുണ്ട്. ഡാൻ, കൂടുതൽ പേർ ഇനിയിപ്പോ 2ാമത്തെ സമര പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ കൂടുതൽ പേർ ഈ സമരത്തിന്റെ ഭാഗമാകാനുള്ള ഒരു സാധ്യത, കൂടുതൽ ആശാ വർക്കർമാരെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നായി വന്നുകൊണ്ട് പിന്തുണ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമര പ്രഖ്യാപനത്തിലേക്കായിരിക്കുമോ കടക്കാൻ സാധ്യത? അതിനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ സർക്കാർ ഔദ്യോഗികമായി ആശാ വർക്കർമാർക്ക് പരിശീലന പരിപാടി പ്രഖ്യാപിച്ചിട്ടും അത് അവഗണിച്ചുകൊണ്ട് ഇത്രയധികം ആശാ വർക്കർമാർ ഈ സമര കവാടത്തിലേക്ക് എത്തുന്നുവെന്ന് പറയുമ്പോൾ അത് ഇനി ഏതൊക്കെ പറയും ഈ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പോകും മുമ്പോട്ട് എന്ന് അവർ തന്നെ ഉറപ്പിച്ച് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ഈ സമരവേദിയിൽ എത്താതിരിക്കാൻ വലിയ തരത്തിലുള്ള ബാഹ്യസമ്മർദ്ദം ആശാ വർക്കർമാർക്ക് നേരിടേണ്ടി വന്നു എന്ന് ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ തന്നെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയതാണ്. അതിനിടയിലാണ്, അതിന് തൊട്ട് പിന്നാലെയാണ് ഇന്ന് സംസ്ഥാന വ്യാപകമായി ആശമാർക്ക് വേണ്ടി ഓരോ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശീലന പരിപാടി കൂടി സംഘടിപ്പിച്ചത്. പക്ഷേ അതിൽ പങ്കെടുക്കാതെയാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശാ വർക്കർമാർ സംഘടിച്ച് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ സമരവേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. അവിടെ ഏത് തരത്തിലായിരിക്കും ഇനി സർക്കാർ ഈ സമരക്കാരുടെ ആവശ്യങ്ങളെ നോക്കിക്കാണുന്നത് എന്നതാണ് അറിയാനുള്ളത്.
ഒരു വശത്ത് CITയുടെ ഭാഗത്ത് നിന്ന് ഉയരുന്ന വിമർശനം, മറുവശത്ത് മുഖ്യമന്ത്രി തന്നെ സമരം നടത്തിയത് കൊണ്ട് ശമ്പളം കൂട്ടിത്തരാനാവില്ല, രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകിയ സംസ്ഥാനം കേരളമാണ് എന്ന് പറയുമ്പോൾ സമരസമിതി ആ പ്രഖ്യാപനങ്ങളോട് അല്ലെങ്കിൽ ആ പ്രതിരോധങ്ങളോട് എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് വരും മണിക്കൂറുകളിൽ നമ്മൾ കാത്തിരുന്ന് കാണാനിരിക്കുന്നത്. നമുക്ക് കൂടുതൽ പ്രതികരണങ്ങൾ എന്തെങ്കിലും ലഭ്യമാകാനുള്ള ഒരു സാധ്യതയുണ്ടോ? ഡാനി പറഞ്ഞ പോലെ തന്നെ അടുത്ത സമര പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഒരു പ്രതീക്ഷകൾ ആർക്കെങ്കിലും അങ്ങനെ പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടോ അവിടെ? ഇന്ന് പരിശീലന പരിപാടി നടക്കുകയാണ്. ഇത് സമരത്തിന്റെ പരിശീലനമാണ്. അവരിട്ട പാലിറ്റിയുടെ പരിശീലനമാണ്. ഇത് പാലിറ്റിയുടെ പരിശീലനമാണ് ഞങ്ങൾ ഇവിടെ നടക്കുന്നത്. എന്തിനു സാറേ എന്തിനാ ഈ പാവപ്പെട്ട ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞൊക്കെ പറ്റിക്കുന്നത്? ഞാൻ ഭിന്നിപ്പിച്ചിട്ട് എന്തോന്നാ നേടാൻ? ഭിന്നിപ്പിക്കാൻ പറ്റൂല സാറേ. അവർക്ക് തലകുത്തൽ നിന്നാ പറ്റില്ല. ഈ ആശമാരെ ഭിന്നിപ്പിച്ച് വിടാൻ പറ്റൂല. ഞങ്ങൾ പാടുപെടുന്ന പൈസയല്ലേ, ഞങ്ങൾ കഷ്ടപ്പെടുന്ന അവകാശമല്ലേ ചോദിച്ചോളൂ. ആനയ്ക്ക് ചോദിച്ചില്ലല്ലോ. ആനയ്ക്ക് 220 രൂപയ്ക്ക് എന്ത് ചെയ്യാ സാറേ? എന്ത് ചെയ്യും നമ്മള്? ഒരു വിട്ടുവീഴ്ചയില്ല. ഇവിടെ കിടന്ന് നിരാകാരം കിടന്ന് മരിച്ചാലും ശരിയല്ല, പിന്നോട്ട് പോകൂല. നിങ്ങൾ എവിടുന്നാണ്? എല്ലാ ദിവസവും വരുന്നുണ്ട്. എല്ലാ ദിവസവും വരാം. അപ്പൊ ഈ സമരം ഇങ്ങനെ തന്നെ തുടരുന്നു. ഒത്ത തീരുമാനമായി കഴിഞ്ഞാൽ നമ്മൾ ആ സന്തോഷമായിട്ട് മാറും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ സമരം മുന്നോട്ടില്ല, പിന്നോട്ടില്ല. പിന്നോട്ട് സാറിന് കാണുന്നില്ല. 36 ദിവസം കൊണ്ട് രാവും പകൽ ഇവിടെ കിടക്കുന്ന കാണുന്നില്ലേ? എനിക്ക് 60 വയസ്സായി, ഇവിടെ കാണുന്നില്ലേ? ഞാൻ എന്റെ 24-25 വയസ്സിൽ കയറിയതാണ് MSS. ഇത്രയും വർഷം ഞങ്ങൾ ആർക്ക് വേണ്ടി അധ്വാനിച്ച്? സാറിന് ഞാൻ ഇന്നലെ പറഞ്ഞെന്നല്ലോ, ആർക്ക് വേണ്ടി അധ്വാനിക്കണം? ഞങ്ങൾ പെൻഷനായി വീട്ടിൽ പോയിരുന്ന പ്രായം ചെന്ന് വീട്ടിൽ ചെന്നിരുന്ന ഞങ്ങൾക്ക് ആര് തരും സാറേ? മക്കള് കുടുംബമായി അത് അവരുടെ കാര്യം. നമുക്ക് ഒരു മരുന്ന് വാങ്ങണം. ഈ സർക്കാർ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന് അവർ പറയുന്നത്. വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായേ പറ്റുള്ളൂ. അവരാണ് ഞങ്ങളെ കൊണ്ടുവന്നത്. അതുകൊണ്ട് അവർ തയ്യാറായേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അവർ മുമ്പോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ. ഏത് വിധേനയും ഈ പ്രതിഷേധം ഇങ്ങനെ തന്നെ തുടരും, അവകാശങ്ങൾ നേടിയെടുക്കുന്നത് വരെ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് 36ാം ദിനത്തിൽ ആശാവർക്കർമാരുടെ സമരം സെക്രട്ടേറിയറ്റിന്റെ സമര കവാടത്തിൽ പുരോഗമിക്കുന്നത്. ഡാന 36 ദിവസം, ഒരു മാസവും കടന്ന് പിന്നെയും ഒരാഴ്ച കടന്നു പോകുന്ന സമരം തുടക്കം മുതലേ റിപ്പോർട്ട് ചെയ്ത ഒരാൾ കൂടിയാണ് ഡാൻ. ഇത്രയും പേരെ അണിനിരത്തിക്കൊണ്ട് ഒരു സ്ത്രീകൾ ഇങ്ങനെ മുന്നിട്ട് നിന്ന് സമരം നടത്തുക, പലതരത്തിലുള്ള പ്രതിസന്ധികളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു സമരം, അത് ഏത് തരത്തിൽ കൂടിയാണ് ഈ 36 ദിവസത്തെ സമരം സെക്രട്ടേറിയറ്റിൽ ഉപരോധത്തിലേക്ക് കടക്കുമ്പോൾ വിലയിരുത്തപ്പെടേണ്ടത്? അവരുടെ ഒരു കാര്യം ഉറപ്പാണ്, അതായത് ഈ സമരത്തിന്റെ മുൻപിൽ SUCയുടെ പ്രവർത്തകർ ഉണ്ട് എന്ന കാര്യം വസ്തുതയാണ്. അതാണ് പ്രധാനപ്പെട്ട വിമർശനമായി ഉന്നയിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ സമരം ചെയ്യാൻ ഇവിടെ എത്തുന്ന കഴിഞ്ഞ 35-ലധികം ദിവസങ്ങളായി ഈ സമരവേദിയിൽ വെയിലും മഴയും ഒക്കെ അവഗണിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത് ആശാ വർക്കർമാർ തന്നെയാണ്. അവർക്കെതിരെ അവരെ മറ്റ് സ്ഥലങ്ങളിൽ ഇവിടേക്ക് എത്തിച്ചതാണ് സമരം ചെയ്യാനെന്നുള്ള വിമർശനങ്ങളെയൊക്കെ അവർ അതിജീവിച്ചുകൊണ്ടിരുന്നത് അവരുടെ ID കാർഡുകൾ എടുത്ത് ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയുള്ള ബാഡ്ജുകൾ ധരിച്ചുകൊണ്ട് അവരെല്ലാവരും ഈ സമരത്തിന്റെ ഭാഗമാകുന്നത്. അതായത് കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിൽ നിന്നുള്ള ആശാ വർക്കർമാരും വലിയ സമ്മർദ്ദങ്ങളെ അവഗണിച്ചുകൊണ്ട് ഈ സമരവേദിയിലേക്ക് എത്തുന്നുവെന്ന് പറയുമ്പോൾ ആ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി കൊടിയുടെ നിറം നോക്കാതെ ഞങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണെന്നൊരു പ്രഖ്യാപനം കൂടിയായി മാറുകയാണ് ഈ ആശാ വർക്കർമാരുടെ അനിശ്ചിതകാല സമരം. അതുകൊണ്ട് ഇത് തുടർന്ന് ഏത് തരത്തിലേക്ക് നീങ്ങും, ഏത് ഘട്ടത്തിലേക്ക് ഇത് കടക്കുമെന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. എവിടുന്ന നിങ്ങൾ എവിടെ വരുന്നത്? സെക്രട്ടേറിയറ്റ് ഉപരോധമായിട്ട് ബന്ധപ്പെട്ടാണ് വന്നത്. ഏത് യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്? തിരുവല്ല FHS. ഇന്ന് ട്രെയിനിങ് ഇല്ലായിരുന്നു? ഇന്ന് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിനേക്കാൾ വലുതാണ് ഞങ്ങളുടെ ജീവിത പ്രശ്നമാണിത്. ഞങ്ങളുടെ ജീവിതത്തിന് വേണ്ടുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ട്രെയിനിങ് പോകണം. ഞങ്ങൾ ഡോക്ടേഴ്സും നേഴ്സുമാരൊന്നും അല്ലല്ലോ, ആശമാരല്ലേ. ആശമാർക്ക് ഇതിൽ 9 മോഡൽ ട്രെയിനിങ് തന്നെ. ഇനി എന്തോന്ന് ട്രെയിനിങ് തരായിരിക്കുന്നത്? അപ്പൊ മെമ്മോ തരുമെന്ന് പറഞ്ഞാൽ ഇന്ന് പോയില്ലെങ്കിൽ അത് ഞങ്ങൾ വകവയ്ക്കുന്നില്ല. ഞങ്ങളുടെ വേതന വർധനവിന് അല്ലാതെ വേറെ ഞങ്ങളിനി പിന്നോട്ടില്ല. എവിടുന്ന വരുന്നേ? പുതുക്കുറിച്ചി FHS പുതുക്കുറിച്ചി. എല്ലാ ദിവസവും വരുന്നുണ്ട്? എല്ലാ ദിവസവും ഇവിടെ ഉള്ള വ്യക്തിയാണ്. 37 ദിവസം ഇന്ന് എല്ലാ ദിവസവും, ഇന്നലെ ഉൾപ്പെടെ ഇന്ന് ഉൾപ്പെടെ ഇന്ന് എല്ലാ ദിവസവും ഇവിടെ രാപ്പകൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ
തരത്തിലും അവർ വഴങ്ങി കൊടുക്കില്ല. ഈ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നവരെ സമരം ഇങ്ങനെ തന്നെ തുടരുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ ആശാ വർക്കർമാരുടെ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകുന്നത്. ആശാ വർക്കർമാരുടെ സമരം തുടരുകയാണ്, സംസാരിക്കുകയാണ്. ഈ സമര പ്രഖ്യാപനം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആശമാർ സെക്രട്ടേറിയറ്റ് ഉപരോധിക്കുന്നു. അതിന്റെ തത്സമയ സംരക്ഷണം കൂടിയാണ് കാണുന്നത്. നമ്മൾ ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കാനാണ് ഇറങ്ങിയത്. സാമൂഹ്യ സേവനം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വാളണ്ടിയേഴ്സ് എന്ന് പറയുന്നത് അടിച്ചേൽപ്പിച്ച് ജോലി ചെയ്യാനുള്ളതല്ല. ഞങ്ങളുടെ ഇഷ്ടത്തിന് ഞങ്ങൾക്ക് ചെയ്യാൻ, അതാണ് സ്കീം വർക്ക്. സെക്രട്ടേറിയറ്റിന്റെ പ്രധാന വാതിലിന് മുന്നിലാണ് ഡാൻ കുര്യൻ ഉള്ളത്. കന്റോൺമെന്റ് ഗേറ്റിന് മുന്നിൽ നിന്ന് വി വിനോദ് നമുക്കൊപ്പം ചേരുന്നു. വിനോദ്, ശക്തമായിട്ടുള്ള സുരക്ഷ, എല്ലാ ഗേറ്റും അടച്ചുകൊണ്ടുള്ള സുരക്ഷയിലേക്കാണ് പോലീസ് കടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കന്റോൺമെന്റ് ഗേറ്റിന് മുന്നിൽ നൽകാനുള്ള വിവരം എന്താണ്? ഇത് പൂർണ്ണമായും പ്രതിരോധിക്കാൻ സർക്കാർ ഉറച്ചിട്ടുണ്ട്. ആ ഒരു കാഴ്ചയാണ് അവിടെ നിന്ന് കാണാനുള്ളത് അല്ലേ? അപർണ, കന്റോൺമെന്റ് ഗേറ്റിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല, സാധാരണ നിലയിൽ തന്നെയാണ്. പക്ഷേ കന്റോൺമെന്റ് ഗേറ്റ് നമ്മുടെ ബേക്കറി ഭാഗത്ത് നിന്ന് വരുമ്പോൾ ഗോർക്കി ഭവൻ ആ വഴിയിലൂടെ മാത്രമേ ഈ കന്റോൺമെന്റ് ഗേറ്റിലേക്ക് വരാനുള്ള പ്രധാന പാത അതാണ് ഇപ്പോൾ തുറന്നിട്ടുള്ളത്. അതിന് തൊട്ടടുത്തുള്ള പാതയൊക്കെ ബാരിക്കേഡ് വെച്ച് അടച്ചിട്ടുണ്ട് പോലീസ്. പക്ഷേ ജീവനക്കാർക്കോ മറ്റ് സെക്രട്ടേറിയറ്റിൽ എത്തുന്ന ആളുകൾക്കോ ഒന്നും തന്നെ കയറി പോകുന്നതിനുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. ഇവിടെ പോലീസിന്റെ അങ്ങനെ അതിശക്തമായ ഒരു സുരക്ഷാ സംവിധാനമൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല. കാരണം ഈ ആശമാരുടെ സമരം അത് സമര ഗേറ്റിൽ പോലും ആ ഗേറ്റിന് മുന്നിലേക്ക് അവർ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമരം ഇരുന്ന അതേ സ്ഥലത്തിരുന്ന് തന്നെയാണ് അവരുടെ സമരം പുരോഗമിക്കുന്നത്. പ്രഖ്യാപനം ഇങ്ങനെയായിരുന്നു: സെക്രട്ടേറിയറ്റിന്റെ എല്ലാ ഗേറ്റുകളും ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരം. 7000-ഓളം ആശമാർ പങ്കെടുക്കുമെന്ന ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. പക്ഷേ ആ നിലയ്ക്ക് ആ പ്രഖ്യാപനം പോലെ സമരം എത്തിയിട്ടില്ല. നമ്മളിപ്പോൾ കാണുന്നത് കന്റോൺമെന്റ് ഗേറ്റാണ്. സാധാരണ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വകുപ്പ് സെക്രട്ടറിമാരും ഒക്കെ വരികയും പോവുകയും ചെയ്യുന്ന, കടന്ന് ഈ സെക്രട്ടേറിയറ്റിലേക്ക് വരികയും തിരികെ പോവുകയും ചെയ്യുന്നത് ഈ ഗേറ്റിലൂടെയാണ്. ഇവിടെ ഇപ്പോൾ ഒരു തരത്തിലുമുള്ള തടസ്സമില്ല. സമരത്തിന്റെ അലയൊലുകളൊന്നും തന്നെ ഇവിടെയില്ല. സമരക്കാർ ഇവിടേക്ക് എത്തിയിട്ടില്ല. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു നടപടിയോ അങ്ങനെയുള്ള ഒരു കാര്യമോ ഇപ്പോൾ കന്റോൺമെന്റ് ഗേറ്റിന് മുന്നിൽ നമ്മളിപ്പോൾ കാണുന്ന സെക്രട്ടേറിയറ്റിലേക്ക് വന്നു പോകുന്ന KSRTC ബസ്സാണ്. ഇവിടെ യാത്രക്കാരുമായി എത്തുകയും അത് തിരികെ പോവുകയും ചെയ്യുന്നു. മറ്റ് വാഹനങ്ങളെല്ലാം തന്നെ വകുപ്പ് സെക്രട്ടറിമാരുടെയും സെക്രട്ടേറിയറ്റിലെ മറ്റ് ജീവനക്കാരുടെയും ഒക്കെ തന്നെ വാഹനങ്ങൾ സുഗമമായി ഈ കന്റോൺമെന്റ് ഗേറ്റ് വഴി കടന്നു പോകുന്നുമുണ്ട്. സഭാ സമ്മേളനം നടക്കുകയാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ തന്നെ നിയമസഭയിൽ തുടരുന്നുണ്ട്. ഒരുപക്ഷെ ഇടയ്ക്ക് സെക്രട്ടേറിയറ്റിലേക്ക് വന്നു പോകണമെങ്കിലും ഈ സമരം ഒരു തരത്തിലും ബാധിക്കില്ല. സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന തരത്തിൽ ഇതിപ്പോൾ ഈ സമരം മാറിയിട്ടില്ല. അപർണ, സെക്രട്ടേറിയറ്റിനെ അതിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നില്ല എന്ന് തന്നെയാണ് വി വിനോദ് റിപ്പോർട്ട് ചെയ്യുന്നത്. സർക്കാർ ഈ സമരത്തിനെ അല്ലെങ്കിൽ സമരം പ്രതിരോധിക്കാനുള്ള നടപടികളാണ് ശക്തമായിട്ട് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റ് ഉപരോധം നടക്കുന്ന 7000-ഓളം ആശാ വർക്കർമാർ സമരത്തിൽ പങ്കെടുക്കുന്ന, ഉപരോധത്തിൽ പങ്കെടുക്കുന്ന അതേ ദിവസം തന്നെ ആശാ വർക്കർമാർക്കായി പരിശീലന പരിപാടി സംഘടിപ്പിച്ചിരുന്നു സർക്കാർ ഇന്നത്തെ അതേ ദിവസം തന്നെ. ഒപ്പം കനത്ത സുരക്ഷ എല്ലാ ഗേറ്റുകളിലും പോലീസിനെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് സെക്രട്ടേറിയറ്റിന്റെ പ്രധാന കവാടത്തിൽ മാത്രമായി ഉപരോധം ഒതുങ്ങുന്ന ഒരു കാഴ്ച. അതേസമയം സമാധാനപരമായിട്ടാണ് ഈ സമരം മുന്നോട്ട് പോകുന്നതെന്ന് സമരസമിതി പറയുകയും ചെയ്യുന്നു. സർക്കാർ സമ്മർദ്ദത്തിലാകും, ചർച്ചയ്ക്ക് വിളിക്കാൻ സർക്കാർ സമ്മർദ്ദത്തിലാകും എന്നുള്ളൊരു പ്രതികരണം സമരസമിതി ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന്. അതല്ല എങ്കിൽ ഒരു രണ്ടാം ഘട്ട സമര പ്രഖ്യാപനത്തിലേക്ക് കടക്കാൻ തങ്ങൾ നിർബന്ധിതരാകുമെന്നും സമരസമിതി ഭാരവാഹികൾ നേരത്തെ ന്യൂസ് 8നോട് പ്രതികരിച്ചിരുന്നു. അതിനിടെ